ടീച്ചർ ഗുഡ് മോർണിംഗ്. മോർണിംഗ്. കുട്ടിയെന്താ ഈ വഴിക്കൊക്കെ? ഞാൻ ജാനകി ഒന്ന് കാണാൻ. കേറി വാ. നന്ദൻ ഇങ്ങനെ എല്ലാ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോവോ? ഏയ്, ഇന്റിമേറ്റ് ഫ്രണ്ട്സ് എന്ന് പറയാൻ എനിക്ക് ചുരുക്കം പേരേ ഉള്ളൂ. അതിലൊരാളാ ജാനി. ജാനിന്ന് ഞങ്ങള് വിളിക്കുന്ന പേരാ. സ്കൂളിലെ ഫ്രണ്ട്സൊക്കെ വി ആർ ജാനകി എന്ന് വിളിക്കുന്നതല്ലേ നല്ലത്. എത്ര ഇന്റിമേറ്റ് ആണെങ്കിലും ഫ്രണ്ട്സ് തമ്മിൽ ഒരു നിശ്ചിത അകലം പാലിക്കുന്നതല്ലേ ഉചിതം. ഞാൻ പറഞ്ഞേ ഉള്ളൂ, നന്ദനയ്ക്ക് ഭാവിയിൽ ഇതൊക്കെ ഒരു പാഠമായിട്ട് തീരും. ആ അതെ, തീർച്ചയായിട്ടും. താങ്ക് യു ടീച്ചർ. ഏതാ രത്നമ്മയെ കൊച്ച്? എന്റെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാ. മോള് രത്നമ്മയെ കാണാൻ വന്നതാണോ? എന്റെ സ്കൂളിലാണെന്നേ ഉള്ളൂ, ഞാൻ പഠിപ്പിക്കുന്ന കുട്ടിയല്ല. ജാനിയുടെ കൂട്ടുകാരിയാ. സ്കൂളിൽ വെച്ചുള്ള കൂട്ടും ചങ്ങാത്തൊക്കെ പോരെ കൊച്ചേ? അതോ വീടുകളിൽ ചെന്ന് സ്നേഹം കാണിച്ചാലേ ഒക്കത്തുള്ളോ? കൊച്ചിന് വീട്ടിൽ ജോലിയൊന്നുമില്ലേ? ജാനിക്കിവിടെ 100 കൂട്ടം പണിയുണ്ട്. ഞാൻ ഉടനെ പൊക്കോളാം. അയ്യോ വേണ്ടേ, ഏത് നേരത്തെ എന്നാലും ചോദിക്കാനും പറയാനും ഒന്നും കൊച്ചിന്റെ വീട്ടിൽ ആരും കാണിയാലല്ലോ. അടുത്തയാഴ്ച റിസൾട്ട് അല്ലേ, നന്ദന് പാസ്സാവോ? ജയിക്കുന്ന പ്രതീക്ഷ. വലിയ മാർക്കൊന്നും ഉണ്ടാവില്ല. പഠിക്കാതെ ഉഴപ്പി നടന്നിട്ടല്ലേ? പാസ്സാവും ടീച്ചർ. പക്ഷെ അതുകൊണ്ട് മാത്രം സയൻസ് ഗ്രൂപ്പ് ഒന്നും കിട്ടില്ലല്ലോ. ഹ്യൂമാനിറ്റീസ് എടുത്ത് പഠിക്കേണ്ടി വരും. ജാനി എന്തി അമ്മേ? നന്ദനെ ഒന്ന് കണ്ടിട്ട് പോട്ടെ. അവിടെ എങ്ങാനും കാണും. ജാനി, എടി ജാനി. അവിടെ ഇവളുടെ റൂം. ചെല്ല്. വാ. ഇതാണ് നിന്റെ സ്വകാര്യ ലോകം അല്ലേ? ചെറിയ മുറിയാ, സൗകര്യങ്ങളൊക്കെ കുറവാ. ഈ വീട്ടിലെ ഏറ്റവും ചെറിയ റൂമേ രത്നമ്മ ടീച്ചർ എനിക്ക് തരൂന്ന് നിനക്ക് അറിഞ്ഞൂടെ നന്ദന്? ചെറിയ മുറിയാണെങ്കിലും എന്ത് ഭംഗിയാടി. എത്ര വൃത്തിയായിട്ടാ നീ ഓരോന്ന് സൂക്ഷിച്ചു അടുക്കി വച്ചിരിക്കുന്നേ. വീട്ടിലെ എന്റെ റൂമിന് ഇതിന്റെ ഇരട്ടി വലിപ്പമുണ്ട്. പക്ഷെ എല്ലാ സാധനങ്ങളും വാരി വലിച്ച് അലങ്കോലാക്കി ഇടണം എന്ന കാര്യത്തില് എനിക്ക് വലിയ നിർബന്ധമാ. ചിലപ്പോ എന്റെ റൂം കാണുമ്പോ എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നും. ഇത് കൊറേ ഉണ്ടല്ലോടി. സ്കൂൾ ലൈഫിന്റെ സ്മാരകമായിട്ട് ഇതെങ്കിലും ഇരിക്കട്ടെ. മിക്കവാറും പഠിത്തം ഈ വർഷം കൊണ്ട് തീരും. മണ്ടത്തിനും പറയാതെ ജാനകി, എന്ത് കാരണം പറഞ്ഞിട്ടാ നിന്റെ പഠിത്തം നിർത്തുന്നേ? അമ്മ എന്നെ ശകാരിക്കുകയും വഴക്കു പറയുകയൊക്കെ ചെയ്യുന്നത് പ്രത്യേകിച്ചൊരു കാരണം ഉണ്ടായിട്ടാണോ? ആദ്യം വഴക്കു പറയും, പിന്നെ അതിനൊരു കാരണം കണ്ടുപിടിക്കും. അതാ അമ്മയുടെ ഒരു രീതി. അതുപോലെ ആദ്യം എന്റെ പഠിത്തം നിർത്തും. അത് കഴിയുമ്പോൾ മറ്റുള്ളവരോട് പറയാൻ പറ്റുന്നൊരു കാരണം അമ്മ തന്നെ കണ്ടുപിടിക്കും. നിന്റെ അച്ഛന് ഇതൊന്നും മനസ്സിലാവില്ലേ? മനസ്സിലാവാഞ്ഞിട്ടൊന്നുമല്ല. എനിക്ക് വേണ്ടി അമ്മയോട് വഴക്കിട്ട് അച്ഛൻ മടുത്തു. അതാ സത്യം. ഒരു തവണ കൂടി അമ്മയോട് വഴക്കിടാൻ നിന്റെ അച്ഛനോട് പറ. എങ്ങനെയെങ്കിലും +1 ചേർന്ന നിന്റെ കാര്യം രക്ഷപ്പെട്ടു. ഞാൻ ഒന്നിനും അച്ഛനെ നിർബന്ധിക്കില്ല നന്ദനെ. എന്തിനാ പാവത്തിന്റെ മനസ്സമാധാനം കളയുന്നു? അതുകൊണ്ട് ഞാനൊരു പരാതി അച്ഛനോട് പറയാറില്ല.